Hello guys, welcome to AnzysViews. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നല്ല സ്മാർട്ട് ഫോണിനൊക്കെ നല്ല ഓഫറുള്ള ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ദിവസം മാത്രം നിൽക്കുന്ന ഒരു 4-5 ദിവസം മാത്രം നിൽക്കുന്ന ഒരു ഓഫറാണ്. 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഫ്ലിപ്കാർട്ടിൽ ഈ ഓഫർ ഉള്ളത്. അതേപോലെ തന്നെ ആമസോണിലും പെട്ടെന്ന് തന്നെ തീരുന്ന ഓഫറാണ്. അപ്പോൾ ഇതിൽ സ്മാർട്ട് ഫോണിൽ ഏറ്റവും നല്ല ഓഫറായിട്ട് എനിക്ക് തോന്നുന്ന ഓഫറാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു ഓഫറായിട്ട് തോന്നിയത് ഹോണർ 6X എന്ന ഈ ഫോണിനെ കുറിച്ചുള്ള ഓഫറാണ്. ഇതിൽ നമുക്കിതിൻ്റെ 64GB വേർഷനും ഉണ്ട്, 32GB വേർഷനും ഉണ്ട്. 64GB 4GB റാമാണ്, 32GB 3GB റാമും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റാമിൽ ഇതിൽ ഏറ്റവും നല്ല ഓഫർ എന്ന് വെച്ചാൽ 4GB റാമിൻ്റെ ഓഫറാണ്. 4GB റാമിൻ്റെ ഓഫറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് 4GB റാം വേർഷന് ഏകദേശം 16,000 രൂപയായിരുന്നു ഇതിൻ്റെ ശരിക്കുള്ള വില. പക്ഷേ ഇപ്പോൾ അത് 13,000 രൂപയായിട്ട് 3,000 രൂപ ഓഫോട് കൂടിയാണ് ആമസോൺ വിൽക്കുന്നത്. അതേപോലെ 3GB റാം വേർഷൻ 3GB 32GB വേർഷന് 11,000 രൂപയാണ് ഇപ്പോൾ ഉള്ള വില. മുമ്പുള്ള വില എന്ന് പറഞ്ഞാൽ 13,000 രൂപയായിരുന്നു, 2,000 ഓഫ്. അപ്പോൾ 4GB റാം വേർഷൻ ഹോണർ 6X റെഡ്മി നോട്ട് 4നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം റേറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ ഓഫ് വരുമ്പോൾ ഏകദേശം സെയിം റേറ്റ് ആണ് വരുന്നത്. ഹോണർ 6Xൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഡുവൽ ക്യാമറയാണ്, 12 മെഗാ പിക്സൽ പിന്നെ 2 മെഗാ പിക്സൽ ഡുവൽ ക്യാമറയാണ് ബാക്കിലുള്ളത്. പിന്നെ ഫ്രണ്ടിൽ അതേപോലെ തന്നെ നമുക്ക് 8 മെഗാ പിക്സൽ ക്യാമറയാണ് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഈ ക്യാമറ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ റെഡ്മി നോട്ട് 4നേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള പിക്ചറാണ് ഈ ക്യാമറയിലൂടെ ഹോണർ 6X തരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീനും റെഡ്മി നോട്ട് 4നേക്കാളും നല്ലൊരു സ്ക്രീനാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുമ്പോൾ റെഡ്മി നോട്ട് 4ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെഡ്മി നോട്ട് 4 കുറച്ചുകൂടി ബാറ്ററി ലൈഫ് 2 ദിവസമൊക്കെ ആവറേജ് കിട്ടും. പക്ഷേ ഇതിൽ 1 ദിവസം ഒക്കെ കിട്ടുകയുള്ളൂ, മാക്സിമം അല്ല, ഒരു ആവറേജ് കേസിൽ 1 ദിവസമൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതൊരു 10% ബാക്കിലോട്ട് നിൽക്കും. നമുക്ക് ശരിക്കും ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ 2 ഫോണും അടുത്തടുത്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. സ്പീഡ് കുറവാണ് ഹോണർ 6X കമ്പയർഡ് ടു റെഡ്മി നോട്ട് 4. അതുകൊണ്ട് തന്നെ ഇത്രയും മാറ്റം നിങ്ങൾക്ക് ക്യാമറയും അതേപോലെ സ്ക്രീനുമാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഹോണർ 6Xലേക്ക് തീർച്ചയായിട്ടും പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. 4GB റാം വേർഷന് 13,000 രൂപ. ഓക്കെ, ഇതാണ് ഏറ്റവും നല്ലൊരു ഡീൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡീൽ എന്ന് പറഞ്ഞാൽ സാംസങ് ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് സാംസങ് ഗാലക്സി O9 നോക്കാം. ഇതിന് ഏകദേശം വില 13,490 ആയിരുന്നു. ഇപ്പോൾ 750 രൂപ ഫ്ലാറ്റ് ഓഫ് ഉണ്ട്. ഇപ്പോൾ ഉള്ള വില 12,740 ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 13 മെഗാ പിക്സൽ ആൻഡ് 5 മെഗാ പിക്സൽ ക്യാമറയാണ്. അതേപോലെ 5.5 ഇഞ്ച് പിന്നെ Exynos 7580 ഒക്ടാകോർ പ്രൊസസ്സറാണ്. ഇത് നല്ല പ്രൊസസ്സറാണ്. 3GB റാം, 16GB ഇൻറ്റേർണൽ മെമ്മറി, അതേപോലെ 128GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ SD കാർഡ്, 3300 mAh ബാറ്ററി, എല്ലാം അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷനുള്ള ഒരു ഫോണാണ്. ഇപ്പോൾ ഓഫ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം. അതേപോലെ തന്നെ ആമസോണിൽ വേറൊരു ഓഫറാണ് OnePlus 3ക്ക് 1000 രൂപ ഓഫ്. ഇപ്പോൾ ശരിക്കും OnePlus 3 ഇതുവരെ എക്സ്ചേഞ്ചിലൂടെ അല്ലാതെ ഫ്ലാറ്റ് ഇങ്ങനെ ഒരു 1000 രൂപ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ ഇതുവരെ ആമസോൺ കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. വളരെ നല്ല ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിനോട് വരെ കിടപിടിക്കുന്നൊരു ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ് ഈ OnePlus 3 എന്ന ഫോണ്. ഇതിന് 28,000 രൂപയാണ് ഇതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 28,000 രൂപ വരുന്നുള്ളൂ. നല്ല അടിപൊളി സ്പെസിഫിക്കേഷനൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിന് റേറ്റ് 1000 രൂപ കുറച്ചിട്ട് 27,000 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓഫറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 16 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, പിന്നെ അതേപോലെ 8 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് ക്യാമറയ്ക്ക്. അതുകൊണ്ട് തന്നെ കൈയിൻ്റെ ഇളക്കങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആക്കാൻ പറ്റും. വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അമോൾഡ് സ്ക്രീനാണ്, 5.5 ഇഞ്ച് സ്ക്രീനാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ നല്ല അടിപൊളി OS ആണ്. അതേപോലെ ആൻഡ്രോയിഡ് നുഗറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ
ഒരു ടൈമിൽ, അതായത് ഒരു 4-5 മാസം വരെ ഏറ്റവും ടോപ്പ് പ്രൊസസ്സറായിരുന്ന സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും നല്ല പ്രൊസസ്സറായിരുന്ന സ്നാപ്ഡ്രാഗൺ 820 പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിനൊക്കെ ഉപയോഗിക്കുന്ന പ്രൊസസ്സർ ആണിത്. ഇപ്പോൾ അതിൻ്റെ പുതിയ വേർഷൻസ് ഇറങ്ങി എന്ന് മാത്രം. സ്നാപ്ഡ്രാഗൺ 835 ഒക്കെ ഇറങ്ങി. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു സ്പെസിഫിക്കേഷനുള്ള അടിപൊളി ഫോണാണിത്. ഇതിന് 1000 രൂപ ഓഫ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിലെ ഓഫറിലൂടെ കടന്നു പോകാം. ആദ്യമായിട്ട് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന റെഡ്മി നോട്ട് 4 ഇന്ന് 12 മണിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്പെസിഫിക്കേഷൻ കുറേ സ്റ്റോക്കോടുകൂടി റെഡ്മി നോട്ട് 4 കൂടി അവൈലബിൾ ആയിരിക്കും എന്നാണ് ഫ്ലിപ്കാർട്ട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നമുക്ക് ഓഫറിലൂടെ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ലിനോവോ വൈബ് K5 നോട്ടാണ്. ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ് 2000 രൂപ കുറച്ചാണ് നമുക്ക് തരുന്നത്. ശരിക്കുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 13,500 ആയിരുന്നു. ഇപ്പോൾ 11,500 രൂപക്കാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 4GB റാമും അതേപോലെ 64GB ഇൻറ്റേർണൽ മെമ്മറി, ഇതിൻ്റെ 3GB റാം വേർഷനും ഉണ്ട്. അതേപോലെ ബാക്കി സ്പെസിഫിക്കേഷൻ 5.5 ഇഞ്ച് സ്ക്രീനാണ്, 13.8 മെഗാപിക്സൽ ക്യാമറാസാണ്, 3500 mAh ബാറ്ററി, ഹീലിയോ P10 64-ബിറ്റ് പ്രൊസസ്സറാണ്. ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള പ്രൊസസ്സറാണ്. ഒരുവിധം റെഡ്മി നോട്ട് 4നോട് അടുത്തൊന്നും എത്തില്ലെങ്കിലും എന്നാലും അത്യാവശ്യം സ്പീഡൊക്കെ ഉള്ള പ്രൊസസ്സറാണ്. നല്ലൊരു ഓഫറാണ്, 2000 രൂപ ഓഫുണ്ട്. എനിക്കിത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. അതേപോലെ തന്നെ മോട്ടോ G5 Plus, ഈ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൽ ഏറ്റവും നല്ല ക്യാമറ ഉള്ള ഒരു ഫോണാണ് മോട്ടോ G5 Plus എന്ന ഫോണ്. ഇതിൻ്റെ 4GB റാം വേർഷന് 17,000 രൂപയായിരുന്നു. ഇപ്പോൾ 1000 രൂപ ഓഫുണ്ട്. ഏകദേശം 16,000 രൂപക്ക് നമുക്ക് കിട്ടും. അതേപോലെ ഇതിൻ്റെ 4GB റാം വേർഷൻ്റെ വിലയാണ്. ഇതിൻ്റെ 3GB റാം വേർഷന് 14,000 ആണ് ഇപ്പോൾ ഉള്ള റേറ്റ്. ഇതിന് ശരിക്കുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപ കൂടുതലായിരുന്നു, 15,000 രൂപയായിരുന്നു. അപ്പോൾ നല്ലൊരു ഫോണാണ്, നല്ലൊരു ഓപ്ഷനാണിത് മോട്ടോ G5 Plus. ക്യാമറ സ്പെസിഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. നോക്കാം. പിന്നെ ഇനി സാംസങ്ങിൽ കുറഞ്ഞ റേറ്റുള്ള ഫോൺ നോക്കുകയാണെങ്കിൽ സാംസങ് ഓൺ 7 ഉണ്ട്. ഇപ്പോൾ അതിന് ശരിക്കുള്ള വില 9,000 രൂപയായിരുന്നു. ഇപ്പോൾ 8,000 രൂപ, 1000 രൂപ ഓഫിലാണ് ഫ്ലിപ്കാർട്ട് കൊടുക്കുന്നത്. ഇതിന് 1.5GB റാമാണ്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും 2GB റാം മിനിമം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ സാംസങ് ആണ് റേറ്റ് നോക്കുമ്പോൾ 1.5GB ഒക്കെ സാധാരണ ഇത്രയൊക്കെ കിട്ടുള്ളൂ. സാംസങ്ങിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 5.5 ഇഞ്ച് സ്ക്രീനാണ്, 13 മെഗാപിക്സൽ ക്യാമറ, പിന്നെ അതേപോലെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ 5 മെഗാപിക്സലാണ്, 3000 mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 410 പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊസസ്സറൊന്നും അത്ര നല്ല പെർഫോമൻസ് ഉള്ള പ്രൊസസ്സറല്ല. ഞാൻ പറഞ്ഞു റേറ്റ് ഏകദേശം 8,000 രൂപയുള്ളൂ. അപ്പോൾ അതിന് സാംസങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ക്വാളിറ്റി ബ്രാൻഡിൻ്റെ അനുസരിച്ചുള്ള കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാകും. അതേപോലെ ബേസിക് സെൻസേഴ്സ് ഒക്കെ കുറവായിരിക്കും സാംസങ് ബേസിക് ഫോണുകളിൽ. ഇനി അടുത്ത് സാംസങ്ങിൻ്റെ വേറൊരു ഫോണായ ഓൺ 5 ആണ്. ഇത് കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞൊരു മോഡലാണ്. ഇതിന് ശരിക്കുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 9,000 രൂപയായിരുന്നു. ഇപ്പോൾ അത് 6,500 രൂപക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ 1.5GB റാം, 8GB റോമാണ്, ഇൻറ്റേർണൽ മെമ്മറി 8GB ആണ്, 5 ഇഞ്ചാണ് സ്ക്രീന്, 8 മെഗാപിക്സൽ ഉള്ളൂ ബാക്ക് ക്യാമറ, 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, 2600 mAh ബാറ്ററി ഉള്ളൂ, എക്സിനോസ് 3475 പ്രൊസസ്സറാണ്. കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ, സ്പീഡ് കുറഞ്ഞ പ്രൊസസ്സറാണ് ഇതൊക്കെ. എന്നിരുന്നാലും സാംസങ് ഫോൺ വേണം എന്ന് നിർബന്ധമുള്ളവർക്കും റേറ്റ് കുറവാണ് എന്ന് നിർബന്ധമുള്ളവർക്കും നോക്കാൻ പറ്റുന്നൊരു ഫോണാണ് ഇതൊക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ വേറൊരു ഓൺ നെക്സ്റ്റ് എന്ന ഫോൺ, കുറച്ച് റേറ്റ് കൂടിയൊരു ഫോണാണ്. ഇതിൻ്റെ ശരിക്കുള്ള വില 18,000 രൂപയായിരുന്നു. ഇപ്പോൾ ഏകദേശം 3,000 രൂപയോളം കുറവുണ്ട്, 14,900 രൂപ, അതായത് 15 രൂപ ഏകദേശം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ 3GB റാമാണ്, 64GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്, എക്സ്പാൻഡബിൾ അപ് ടു 256GB വരെ എക്സ്പാൻഡ് ചെയ്യാം, 5.5 ഇഞ്ച് സ്ക്രീനാണ്, 13 മെഗാപിക്സൽ ബാക്ക് ക്യാമറ, 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, അതേപോലെ തന്നെ 3300 mAh ബാറ്ററിയാണ്, എക്സിനോസ് പ്രൊസസ്സർ ആണ്, എക്സിനോസ് 7870. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള പ്രൊസസ്സറാണ്. അത്യാവശ്യം എല്ലാ ഹൈ എൻഡ് ഗെയിംസ് വരെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് ഈ സാംസങ്ങിൻ്റെ ഓൺ നെക്സ്റ്റ് എന്ന ഓൺ നെക്സ്റ്റ് എന്ന ഈ ഫോൺ. ഇത് നോക്കാവുന്നതാണ്. ഇത്രയൊക്കെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന ഇങ്ങനത്തെ ഓഫറുകളിൽ മാത്രമേ കിട്ടുള്ളൂ. ഇതൊക്കെ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനത്തെ ഓഫറുകൾ വരാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. പിന്നെ ഇനി നമുക്ക് ഐഫോൺ ഫോൺ വളരെ കുറഞ്ഞ റേറ്റിൽ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ iPhone 5s നോക്കാവുന്നതാണ്.
അതിന് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 15,500 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ്. ചെറിയ ഫോണാണ്, 4 ഇഞ്ച് സ്ക്രീനേ ഉള്ളൂ. മുമ്പുള്ള ഐഫോണുകളൊക്കെ അങ്ങനെ ആയിരുന്നു, 4 ഇഞ്ച് സ്ക്രീനിലായിരുന്നു അവൈലബിൾ. ഇപ്പോഴാണ് ഐഫോൺ 6 മുതലാണ് ഫോണിൻ്റെ സ്ക്രീന് വലുതാകാൻ തുടങ്ങിയത്. പിന്നെ അതിൻ്റെ ക്യാമറ 8 മെഗാ പിക്സൽ ക്യാമറയേ ഉള്ളൂ. പിന്നെ 1.2 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉള്ളൂ. പ്രൊസസ്സറൊക്കെ അത്യാവശ്യം നല്ല സ്പീഡുള്ള ഇപ്പോൾ ഉപയോഗിക്കണം. 3 വർഷം മുമ്പുള്ള ഫോണാണെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നല്ല പെർഫോമൻസ് ആയിരിക്കും. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും നല്ല ഫോണുകളോടൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന പെർഫോമൻസ് ആയിരിക്കും ഇപ്പോഴും ഐഫോൺ സീരീസ് ഫോണുകൾ തരിക. കാരണം അത്രയും നല്ല ക്വാളിറ്റി പെർഫോമൻസ് തരുന്ന ഫോണുകളാണ് ആപ്പിളിൻ്റെ ഫോണുകൾ എപ്പോഴും ഉണ്ടാകാറ്. ഇനി അടുത്തതായിട്ട് ലെനോവോ P2. ഇതിന് 16,990, അതായത് 17 രൂപയായിരുന്നു. ഇപ്പോൾ അത് 13 രൂപ, ഏകദേശം 4,000 രൂപ ഓഫുണ്ട്. ഇതിൻ്റെ 4GB റാമിൻ്റെ വേർഷനാണ് ഇത്. ഇപ്പോൾ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാറുണ്ട്. ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷനിലൂടെ കടന്നു പോകാം. 3GB റാമുണ്ട്, 4GB റാം വേർഷനും ഉണ്ട്. അതേപോലെ 3GB റാം വേർഷനെ കുറിച്ച് പറയുമ്പോൾ 32GB ആണ്, 4GB റാമിന് 64GB ആണ്. അതേപോലെ 5.5 ഇഞ്ചാണ്, 13 മെഗാ പിക്സൽ ക്യാമറ, 5 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, 5100 mAh ബാറ്ററിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 2 ദിവസത്തിൽ കൂടുതൽ എന്തായാലും നമുക്ക് ചാർജ്, ഒരു ആവറേജ് യൂസേഴ്സിന് 2 ദിവസം കൂടുതൽ ചാർജ് നിൽക്കുന്നൊരു ഫോണാണിത്. അതേപോലെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 625 പ്രൊസസ്സറാണ്. അതായത് റെഡ്മി നോട്ട് 4 ഉള്ള പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല ബാറ്ററി ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രൊസസ്സറാണ് ഈ 625 എന്ന പ്രൊസസ്സർ. നല്ല ഫേമസ് പ്രൊസസ്സറാണ്. ഹീറ്റ് ഡിസിപ്പേഷനൊക്കെ കുറവുള്ളൊരു പ്രൊസസ്സറാണ് ഇത്. നല്ലൊരു ഓപ്ഷനാണ് ഈ ഫോണ്. അതേപോലെ തന്നെ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഫോണാണ് അസൂസ് ZenFone 3 എന്ന സീരീസ് ഫോണുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അസൂസ് ഈ ഫോണിന് പ്രീമിയം പ്രൈസ് ഈടാക്കി എന്നതാണ് അതിൻ്റെ ഒരു പോരായ്മ. പക്ഷേ ഇപ്പോൾ അവർ 8,000 രൂപയോളം കുറച്ചിട്ട് ഇപ്പോൾ 20,000 രൂപയുടെ ഫോണ് 12,000 രൂപക്കാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത്, ഈ ഓഫർ മുഖേന കൊടുക്കുന്നത്. 4GB റാമാണ് ഇതിനുള്ളത്, 32GB ഇൻറ്റേർണൽ മെമ്മറി, മൈക്രോഎസ്ഡി അപ് ടു 128GB വരെ എക്സ്പാൻഡ് ചെയ്യാം. 5.5 ഇഞ്ച് സ്ക്രീനാണ്, 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ, 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഫോണാണിത്. അതുകൊണ്ടാണ് അസൂസ് കുറച്ച് റേറ്റ് കൂട്ടിയത്. പക്ഷേ ഇതിനേക്കാളും ഇതിൻ്റെ അതേ സ്പെസിഫിക്കേഷനുള്ള ഫോൺ ഇതിനേക്കാളും കുറച്ച് കൊടുക്കുമ്പോൾ പിന്നെ അങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കാതെ പോയത്. പക്ഷേ ഇപ്പോൾ ഏകദേശം കോമ്പീറ്റ് ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് അവർ പ്രൈസ് കുറച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നല്ല സ്പെസിഫിക്കേഷനാണ്. ഇതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഇലക്ട്രോണിക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഈ ക്യാമറയ്ക്ക്. അതൊക്കെ നല്ല ക്വാളിറ്റി പിക്ചർ തരുന്ന ഫീച്ചേഴ്സാണ്. അപ്പോൾ പിന്നെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 430 പ്രൊസസ്സറാണ്. ഈ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ റെഡ്മി 3S പ്രൈമിലൊക്കെ ഷവോമി ഉപയോഗിച്ച ഫോണാണ്. റെഡ്മി 3S ഒക്കെ അതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 9,000 8,000 രൂപയൊക്കെയാണ്. അപ്പോൾ ഇത്രയും ഫോൺ കുറച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ ആരും 20,000 രൂപക്കൊന്നും ഈ ഫോൺ, പക്ഷേ ഇപ്പോൾ 12,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറയാണ്. അതിനേക്കാളൊക്കെ നല്ല ക്വാളിറ്റി ക്യാമറയും അതേപോലെ 4GB റാം, 1GB എക്സ്ട്രാ റാമൊക്കെ ഉള്ള ഫോണായിട്ട് ഇത് വരുന്നു. 12,000 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഉണ്ട് ബാക്കിൽ. അതൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് തന്നെ ആയിട്ട് ഇത് മാറുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്ലിപ്കാർട്ടിൽ സാംസങ്ങിൻ്റെ ഓഫർ നോക്കുമ്പോൾ സാംസങ് ഗാലക്സി O9 3GB റാമാണ്, 16GB ഇൻറ്റേർണൽ മെമ്മറി. ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 5.5 ഇഞ്ച് സ്ക്രീനാണ്. അതേപോലെ 13 മെഗാ പിക്സൽ 5 മെഗാ പിക്സൽ ക്യാമറാസ്, 3300 mAh ബാറ്ററി, Exynos 7580 പ്രൊസസ്സർ, നല്ല പ്രൊസസ്സറാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫോണാണ്. ഇതിന് ശരിക്കുള്ള വില ആയിരുന്നു 13,490 ആയിരുന്നു. ഇപ്പോൾ 12,990, ഏകദേശം 13 രൂപ, ഏകദേശം 500 രൂപയോളം ഓഫ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫോണിലൂടെ പോകുമ്പോൾ അസൂസിൻ്റെ ZenFone 3. മുമ്പ് നമ്മൾ കണ്ട് അസൂസ് ZenFone 3 ലേസർ ആയിരുന്നു. ഇത് അസൂസ് ZenFone 3 ലേസർ. ഇത് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണായിരുന്നു. ഏകദേശം 22,000 രൂപയ്ക്കായിരുന്നു ഇത് കൊടുത്തിരുന്നത്. ഇപ്പോൾ അവർ ഏകദേശം 15,000 രൂപക്കാണ് ഇത് കൊടുക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഷവോമി റെഡ്മി നോട്ട് 4 ഉപയോഗിച്ച സ്നാപ്ഡ്രാഗൺ 625 പ്രൊസസ്സറാണ്. ഇതൊക്കെ 22,000 രൂപ കൊടുത്ത ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഫോണായിരുന്നു. പക്ഷേ ഇപ്പോൾ 15,000 രൂപയ്ക്ക് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന അസൂസ്. അതുകൊണ്ടാണ് അവർ റേറ്റ് കൂട്ടിയിരുന്നത്. ഇപ്പോൾ
ഈ ഓഫറിലൂടെ അവർ റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ 3GB റാം വേർഷൻ്റെ വിലയാണ് ഈ 15,000 രൂപ. 4GB റാമിന് ഇതിനേക്കാളും കൂടും. ഏകദേശം 15,000 എന്നുള്ളത് 17,000 രൂപ വരെ ആകും. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി ഫീച്ചേഴ്സ് 32GB ഇൻ്റർണൽ മെമ്മറി, മൈക്രോ SD അപ് ടു 2 TB വരെ, 2 TB വരെ കൂട്ടാൻ പറ്റും. അതായത് 2000 GB വരെ നമുക്ക് കൂട്ടാൻ പറ്റും, ഏകദേശം 2000 GB. പിന്നെ 5.5 ഫുൾ HD സ്ക്രീനാണ്. 16 മെഗാ പിക്സൽ റിയർ ക്യാമറ, 8 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, 2650 mAh ബാറ്ററി, അത്യാവശ്യം ഒരു ദിവസമൊക്കെ ബാറ്ററി തരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ക്യാമറയാണ് അസൂസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു ഓഫറാണിത്. കാരണം എന്ന് വെച്ചാൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ ലെനോവോ Z2 Plusൻ്റെ ഈ ഓഫർ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ നേരത്തെ 27,000 രൂപയ്ക്ക് നമുക്ക് OnePlus 3 കിട്ടും എന്ന് പറഞ്ഞാൽ അതിലുപയോഗിച്ചിരിക്കുന്ന അതേ പ്രൊസസ്സറാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 820 പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ക്യാമറയും ബാക്കിയുള്ള ഫീച്ചേഴ്സിലൊക്കെ ഒരുപാട് പിറകിലാണ് ഈ ഫോണ്. ഏകദേശം 18,000 രൂപക്കായിരുന്നു ഇത് മുമ്പ് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഇത് 12,000 രൂപക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ക്യാമറ ഒന്നും അത്ര ക്വാളിറ്റി ഇല്ല, പക്ഷേ നല്ല പെർഫോമൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫോൺ ട്രൈ ചെയ്യാവുന്നതാണ്. 3GB റാം, 4GB റാം വേർഷനുണ്ട്. 4GB റാമിന് വേർഷന് ഏകദേശം 2,000 രൂപ കൊണ്ടും കൂടും. പിന്നെ 32GB ഇൻ്റർണൽ മെമ്മറിയാണ്. 5 ഇഞ്ചാണ് സ്ക്രീന്, 13 മെഗാ പിക്സൽ ക്യാമറ, 8 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, 3500 mAh ബാറ്ററിയൊക്കെ അത്യാവശ്യം ഒരു ദിവസം മാക്സിമം കിട്ടുകയുള്ളൂ. സ്നാപ്ഡ്രാഗൺ 820 പ്രൊസസ്സറാണ്. ഏറ്റവും നല്ല പ്രൊസസ്സർ ആണ്. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിൽ ഉപയോഗിച്ചിരുന്ന പ്രൊസസ്സറായിരുന്നു ഈ 820 എന്ന് പറയുന്നത് ഒരു 5-6 മാസം മുമ്പ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് മാത്രം നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഫോണാണ്. ഏറ്റവും കുറഞ്ഞ റേറ്റ് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഫോണാണ് ഈ ലെനോവോ Z2 Plus എന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയാണ് എനിക്ക് ഈ ഓഫറുകളെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഓഫർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കണം. അതേപോലെ തന്നെ എൻ്റെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും AnzysViews മലയാളം എന്ന ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.